നമസ്കാരം, തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. മധ്യപ്രദേശിലെ ഭഗത് സിംഗ് നഗറിൽ 3 നിലയുള്ള ഒരു വീട്, ശിവ് നഗറിൽ 600 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടും ഒരു ഫ്ളാറ്റും, നഗരത്തിൽ വാടകയ്ക്കോടുന്ന 3 ഓട്ടോറിക്ഷകൾ, സ്വന്തമായി ഒരു സ്വിഫ്റ്റ് ഡിസയർ കാറും. ഇന്ത്യയിലെ ഒരു ബിസിനസ്സുകാരന്റെ ആസ്തി വിവരത്തെ പറ്റിയല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ചക്രങ്ങൾ ഘടിപ്പിച്ച ചതുരപലകയിൽ കൈകൾ ഉപയോഗിച്ച് തറയിലുന്തി സഞ്ചരിച്ച ഭിക്ഷയാചിച്ച് ജീവിക്കുന്ന ഒരു ഭിക്ഷക്കാരന്റെ സമ്പാദ്യത്തെ പറ്റിയാണ്. അതെ, മധ്യപ്രദേശിലെ ഭഗത് സിംഗ് നഗർ സ്വദേശിയായ മൻഗീലാൽ എന്ന ഭിക്ഷാടകൻ ഭിക്ഷയെടുത്ത് സമ്പാദിച്ചത് കോടികളാണെന്നാണ് പുറത്തുവരുന്ന വിവരം. ഭിക്ഷാടകരില്ലാത്ത ഇൻഡോർ പദ്ധതിയുടെ ഭാഗമായി നഗരത്തിൽ ഭിക്ഷയാചിക്കുന്ന യാചകനെ പുനരധിവാസ കേന്ദ്രത്തിൽ എത്തിച്ചപ്പോഴാണ് അധികൃതർ ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ അറിയുന്നത്. വർഷങ്ങളായി ചക്രപലകയിൽ ഭിക്ഷാടനം നടത്തി വരികയായിരുന്നു മൻഗീലാൽ. നഗരത്തിലെ തിരക്കേറിയ സരാഫ മാർക്കറ്റിലായിരുന്നു മൻഗീലാൽ പ്രധാനമായും ഭിക്ഷാടനം നടത്തിയിരുന്നത്. കാലുകൾക്ക് ചലനശേഷിയില്ലാത്തതിനാൽ കൈകളിൽ ഷൂസ് ഇട്ടുകൊണ്ടാണ് ചക്രവണ്ടി ഉന്തുന്നത്. നഗരത്തിന്റെ പല കോണുകളിലും മൻഗീലാൽ ഇങ്ങനെ എത്തും. ദിവസവും ആയിരങ്ങളാണ് ഇയാളുടെ വരുമാനം. യാചിക്കാനായി എത്തുന്ന മൻഗീലാലിന്റെ രീതികളും ആരെയും അമ്പരപ്പിക്കുന്നതാണ്. സ്വന്തമായൊരു സ്വിഫ്റ്റ് കാറുള്ള ഇയാൾ ഭിക്ഷാടനം നടത്തുവാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന് സമീപം വരെ കാറിലാണ് എത്തുന്നത്. ശാരീരിക വൈകല്യമുള്ളതിനാൽ വാഹനമോടിക്കുവാൻ പ്രത്യേക ഡ്രൈവറെയും ഇയാൾ നിയമിച്ചിട്ടുണ്ട്. വെറുമൊരു ഭിക്ഷാടകൻ എന്നതിലുപരി സരാഫയിലെ ചെറുകിട വ്യാപാരികൾക്ക് ഉയർന്ന പലിശയ്ക്ക് പണം കടം കൊടുക്കുന്ന ബിസിനസ്സും ഇയാൾ നടത്തി വരുന്നുണ്ടെന്ന് അധികൃതർ കണ്ടെത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഭിന്നശേഷിക്കാർക്കുള്ള ആനുകൂല്യം മുതലെടുത്ത് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം ഇയാളൊരു വീടും സ്വന്തമാക്കിയിട്ടുണ്ട്. കോടികളുടെ ആസ്തിയുള്ള ഒരാൾ പാവപ്പെട്ടവർക്കായുള്ള ഭവന പദ്ധതി വഴി വീട് നേടിയത് ചട്ടവിരുദ്ധമാണെന്ന് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടി. മൻഗീലാലിന്റെ പക്കൽ നിന്നും കണ്ടെടുത്ത ആസ്തി രേഖകളും ഇയാൾ നൽകിയ മൊഴിയും അധികൃതർ ഗൗരവത്തോടെയാണ് കാണുന്നത്. ഇത്രയും വലിയ തുക ഇയാൾ എങ്ങനെ സമ്പാദിച്ചു എന്നതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്ന് നഗരസഭ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. അനർഹമായി നേടിയ സർക്കാർ ആനുകൂല്യങ്ങൾ തിരിച്ചുപിടിക്കുവാനുള്ള നടപടികളും ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട്. നഗരത്തിൽ സമാനമായ രീതിയിൽ ഭിക്ഷാടനം നടത്തുന്ന മറ്റു ചിലരെക്കുറിച്ചും അധികൃതർക്ക് സൂചന ലഭിച്ചിട്ടുണ്ട്. ദാരിദ്ര്യം അഭിനയിച്ച് ജനങ്ങളെ കബളിപ്പിച്ച് കോടികൾ സമ്പാദിക്കുന്ന ഇത്തരം സംഘങ്ങൾ നഗരത്തിൽ സജീവമാണെന്ന തിരിച്ചറിവിൽ ഭിക്ഷാടന വിരുദ്ധ ക്യാമ്പയിൻ കൂടുതൽ ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് ഇൻഡോർ ഭരണകൂടം.